ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ക്രാഫ്റ്റ് ഗെയിമർ. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ച് മൈനിങ്ങിന് പോകുന്നതായിരുന്നു, കാരണം നമ്മുടെ തയ്യണമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ വേൾഡിൻ്റെ സീഡ് കുറേ പേർക്ക് വേണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ വേൾഡിൻ്റെ സീഡ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് അവിടെ കണ്ട ഒരു സാധനം, അവിടെ പോയിട്ടാണ് ഞാൻ മൈനിങ് ചെയ്യാൻ പോകുന്നത്. ഞാനൊരു ഇങ്ങനെ വുഡ് മൈൻ ചെയ്യാൻ പോയപ്പോൾ കണ്ടായിരുന്നു, ഉള്ളിലോട്ടൊന്നും കണ്ടില്ല, കാരണം ഇരുട്ടായിരുന്നു. ടോർച്ച് ആകെ ഒരു ടോർച്ച് ഉണ്ടായിരുന്നു, അതവിടെ കുത്തി വെച്ചു. ഇനിയിപ്പോൾ ടോർച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് പോവുകയാണ് ഞങ്ങൾക്ക്. ഓക്കെ ഇവിടെ ഫുള്ള് ഇരുട്ടാണ്. ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടാവുമോ? പതിയെ ഇറങ്ങണം. താരോട് ഒറ്റച്ചട്ടം. ഓക്കെ, ഇനി അങ്ങോട്ടാണ് അപ്പുറത്തോട്ട് ഇവിടോട്ട് ചാടിയാലോ? ഇതിൽ സൈഡിൽ കൂടെ ചാടാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഇങ്ങനെ ചാടിപ്പോണം. അതുകൊണ്ട് എൻഡർമാൻ എൻ്റെ കണ്ണി നോക്കി നമ്മൾ ഡെഡ് വയ്ക്കുക. ഡെഡ് ബ്ലോക്ക് ഉണ്ട്, ബ്ലോക്ക് നമ്മൾ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഒറ്റ പോക്കാൻ ഇത് കിട്ടും, കയറിപ്പോവും. ഓക്കെ, ഇനി ഇതിൽ പതിയെ പോകാം. ഇവിടെ ടോർച്ച് കിട്ടും. അവിടെ അയണുണ്ട്, അയൺ നമുക്ക് എടുക്കണം. ചാടിയോ? ഓക്കെ, അവിടെ എത്തി. ഞാൻ മൈൻ ചെയ്യാം. എത്ര പേരുണ്ടോ വായിക്കും? ഒന്നേ ഉള്ളൂ, മതി. ചാടിക്കോ. ഇവിടെ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഞാൻ താഴോട്ട് ഇറങ്ങാൻ എന്തുണ്ട്? എന്തെങ്കിലും താരം ഉണ്ടോ? ഒരു എൻഡർമാൻ ഉണ്ട്, പിന്നൊന്നും ഇല്ലേ. ഇവിടെ ചാടിക്കോ. ജസ്റ്റ് മിസ്, താര പോയ ചത്ത്. ഒരു ആർമറും ഇല്ല, ചത്ത്. ഇനി നമുക്ക് അപ്പുറത്തെ വഴി കൂടെ ഇറങ്ങി നോക്കാം, അവിടെ നിന്ന് വല്ലതും കിട്ടിയാലോ. താരം വല്ലതും ഉണ്ടെങ്കിൽ, താരം അയണുണ്ടെങ്കിൽ നമുക്കൊരു അയണിൻ്റെ ഒരു ഷീൽഡ് ഉണ്ട്, ആർമറൊക്കെ ഉണ്ടാകും. ഒരു ക്രീപ്പർ ഉണ്ടല്ലോ അവിടെ. ഷീൽഡ് പിടിക്കാം. താരോട്ട് ടോർച്ച് വെച്ചോട്ടെ, ഇല്ലെങ്കിൽ വേറെ വല്ല മോം സ്പോണായി. അണ്ടർമാൻ്റെ കണ്ണിൽ നോക്കിയാൽ പെട്ട് അടിച്ച് കൊല്ലു തന്നെ. പതിയെ പോയിട്ട് ഇച്ചിരി അയൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു അയൺ ഫാം പണിയല്ല, സാധനങ്ങളൊക്കെ ഒപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 5ാമത്തെ എപ്പിസോഡ് ഒപ്പിക്കാകുമ്പോഴേക്കും നമുക്ക് ഒരു അയൺ ഫാം പണിയാണ്. കാരണം അയണിൽ നല്ല ആവശ്യമുണ്ട്. HP ഫാം പണിയണം. പിന്നെ HP ഫാം ക്രീപ്പർ തന്നെ നോക്കുന്നുണ്ട്, അവൻ എന്നെ കണ്ണ് വെച്ചേക്കുക. ഇച്ചിരി ഇതുണ്ടാക്കട്ടെ, ടോർച്ച്. ആദ്യം സ്റ്റിക്ക് ഉണ്ടാക്കണം, ഇനി ടോർച്ച് ഉണ്ടാക്കണം. ചാടിയ ചാവൂ എൻഡർമാൻ, നോക്കല്ലേ. രാത്രിയില്ലേ, ഈ സൈഡിൽ കൂടെ ഇറങ്ങിപ്പോവാം. ചാടിയാലോ? നമുക്ക് ഇവിടുന്ന് നൈസ് ചെയ്യാം, വള്ളത്തിലോട്ട് ചെയ്യാം. ഇവിടെ നിന്ന് ടോർച്ച് വെച്ചാൽ അത് താരെ പോയി തോന്നുന്നു. ക്രീപ്പർ നോക്കുന്നുണ്ടോ കാശ്? അങ്ങനെ ഒന്ന് പൊട്ടിത്തെറിച്ച ഡെഡ് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. നീ നേരെ ചാടി ചിലപ്പോൾ കല്ലേ വീണ് ചത്തുമല്ലോ. എൻ്റെ അമ്മ. ഇവിടുത്തെ 2 കല്ല് ഗുണം പിടിച്ച് താഴോട്ട് ചാടാം. ഇവിടുത്തെ ബ്ലോക്ക് പൊട്ടിക്കട്ടെ. ബ്ലോക്ക്. ക്രീപ്പർ ഓടിയോ എന്ന് എന്നെ കൊല്ലാൻ വേണ്ടി. ക്രീപ്പറിന് എന്ത് മോഹമാണ് എന്നെ കൊല്ലണമെന്ന്. അപ്പോൾ നമുക്ക് ചാടാം, വെള്ളത്തിൽ ചാടാം. നമുക്കൊരു പൂച്ചേനെയൊക്കെ ഫ്രണ്ടാക്കേണ്ട കാര്യമുണ്ട്, കാരണം ക്രീപ്പറിനെയൊക്കെ ഓടിക്കണം. അയ്യോ പെട്ട്. വണ്ടർഫുൾ. ഓടാം. സാധനങ്ങൾ ഡീസ്പോൺ ആവോ ഓടിയോ. ഒരു ലാഗ് വന്നു ഇടയ്ക്ക് വെച്ച്. ഓടിക്കോ. ഞാൻ പിന്നെ അയക്കണം ആ കേവ് നമുക്ക് വല്ല സെറ്റപ്പൊക്കെ ഉണ്ടാക്കണം. ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും പണിഞ്ഞ് വെക്കണം. ഈ ഐലൻഡിൽ നമുക്ക് ഇനി കുറേ സെറ്റപ്പൊക്കെ ചെയ്യണം. ഞാൻ ആലോചിക്കുന്നത് നമുക്കിവിടെ വില്ലേജേഴ്സിൻ്റെ ഒരു പരിപാടിയും വെക്കണ്ടെന്നാണ്. കാരണം വില്ലേജേഴ്സ് കുറേ ഉണ്ടെങ്കിൽ നമ്മുടെ ഭയങ്കര ലാഗാകും. എനിക്കിങ്ങനെ ക്ലിയറായിട്ട് കളിക്കാൻ പറ്റില്ല. ഇവിടെ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു, എന്നിട്ടാണല്ലോ വെള്ളം. ചടിപോലെ ഇവിടെ ഇത് ചാടിയപ്പോഴേ തേണ്ട വെള്ളം ചവില്ലോ കത്തി. ചടിക്കോ. ജസ്റ്റ് മിസ്. അവിടെയും ചത്തായിരുന്നെങ്കിൽ എന്തൊരവസ്ഥയായിരുന്നു എനിക്ക്. സാധനങ്ങളൊക്കെ
ഇപ്പുറങ്ങാനിപ്പോൾ ഒന്നും കൂടെ വന്ന് പൊട്ടിത്തെറിച്ചാൽ ഒന്നും കൂടെ നമുക്ക് വീട്ടിൽ പോയിട്ട് ഓടി വരാൻ പറ്റേ. സൂപ്പറായിരിക്കേ. സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ. എന്തൊക്കെയോ കിട്ടാറുണ്ടല്ലോ. ഇതാ കോള് കിട്ടിയത്. ഇനി വിട്ട് പൊക്കത്തോട്ട് കയറണമല്ലോ. അവിടെയും കുറേ എന്തൊക്കെയാണ് കിടക്കണം. ലെതർ ഒരു അയൺ ഇതുവരെ ഇടും കിട്ടിയിട്ടുള്ളൂ. സാഡ് ഗൈസ്. ഒരു അയൺ ഫാം അതിൻ്റെ ആവശ്യമുണ്ട്. ഞങ്ങൾക്ക് പൊക്കത്തോട്ട് കയറണമല്ലോ. ഓക്കെ, ഇവിടെ നമുക്ക് ഇത് വെച്ച് പോവാം. സ്റ്റെപ്പ് പോലെ പണിയാം. അത് കുറച്ച് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് കയറി പോവാം. നമുക്ക് ഒന്നും കൂടെ വയ്ക്കട്ടെ. ഓക്കെ. ഇവിടെ ഒന്നും ഇല്ലേ? വെറുതെ ഒന്ന് ഇച്ചിരി കോപ്പറൊക്കെ ഉണ്ടാകും കാണാം. ഇവിടെ ഒന്നുമില്ലല്ലോ. പറ്റിച്ച് നമ്മൾ അവിടെ ഒരു ഇത് വെച്ചേക്കാം. നല്ല മോബൽ സ്പോണായാലും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് പോകാം. ഒന്നുമില്ല. ഞാൻ ഇവിടെ നിന്ന് പോവാം. ഞാൻ കുറേ കേവ് കിട്ടിയ ഒന്നും കണ്ടില്ല. ഈ കേവിൽ നിന്ന് ഞാൻ കയറി വരികയാണ്. ഇവിടെ നിന്ന് പോട്ടെ. ഗൈസ്, ഞാൻ ഇങ്ങനെ പോവായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ഒരു കല്ല് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഏതെങ്കിലും കേവി കയറിയപ്പോൾ അടച്ചിരിക്കുന്നു. അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് സോംബീൻ്റെ സൗണ്ട് കേട്ട് ഞാൻ കയറി നോക്കി. സോംബി സ്പോണർ കിട്ടി ഗൈസ്. സോംബി സ്പോണർ. നമുക്ക് HP ഫാം ഉണ്ടാക്കാം. നമ്മൾ ഇന്നത്തെ പരിപാടി HP ഫാം. അവനെന്ത് ചെയ്യാം? അവനങ്ങോട്ട് പോയി. ഇതിൽ എൻട്രസ് ഉണ്ട് ഗൈസ്. ഇത് ഞാൻ കണ്ടില്ലായിരുന്നല്ലോ. അവനോട് ഇതേണ്ട നിൽക്കുന്നവൻ. അയ്യോ അടിക്കാണേ. നീ വെള്ളം കൊണ്ട് ചാടാ. ഇല്ലെങ്കിൽ എന്നെ അടിച്ചു. പോടാ ഗൈസ്. നമ്മൾ ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ടായിരുന്നു. ഞാനത് കണ്ടില്ലായിരുന്നു. കാരണം ഞാൻ താഴെ നിന്ന് ഇങ്ങനെ മല കയറി വന്നപ്പോൾ അറിയാതെ കണ്ടുപോയതാണ്. ചെസ്റ്റിൽ എന്തൊക്കെയാണ് നോക്കാം. ഒരു നെയിം ചേഞ്ചിങ് കാർഡ് കിട്ടി ഗൈസ്. ഗം പൗഡർ, സ്ട്രിങ്. നമുക്കൊരു ഇതുണ്ടാക്കണം. ഫിഷിംഗ് റോഡ്. സ്ട്രിങ് ഒക്കെ എടുക്കട്ടെ. കാരണം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഉപകാരപ്പെടും. ബ്രോയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. ഫ്രഷ് ബ്രോയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. ഇതെല്ലാം എൻ്റെ. അങ്ങനെ നമുക്കൊരു സ്പോണർ കിട്ടി. ഇതിന് HP ഫാം ആക്കണം. അയ്യോ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 4 ബ്ലോക്ക് കുഴിക്കണം. അതൊക്കെ ചെയ്യാൻ കുറേ ഉണ്ട്. എനിക്കൊന്ന് വീട്ടിൽ പോകണം. കാരണം വീട്ടിൽ പോയിട്ട് എൻ്റെ ഇതിലെ കോപ്പർ വെച്ച് ആർപ്പർ എനിക്ക് ഉണ്ടാക്കണം. പിന്നെ വീട്ടിലെത്തുമ്പോൾ നമുക്ക് കോപ്പർ കുഴിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ചിക്കൻ എന്ത് കിട്ടും? ചെസ്റ്റ് പ്ലേറ്റ് കിട്ടിയേക്കും. ചെസ്റ്റ് പ്ലേറ്റ് കിട്ടി. ഇട്ടു. അപ്പോൾ ഇതൊക്കെ ഉരുകിയിട്ട് കാണാം. ഞാൻ എല്ലാം സെറ്റായിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. നോക്ക്, എനിക്ക് കോപ്പർ ക്യാമറയായി ഫുള്ള്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ ഗൈസ്? കണ്ടോ? ഇടയ്ക്ക് ഇടുമല്ലേ? നോക്കിച്ച് സാധനങ്ങളും കൊണ്ടുപോയിട്ട് അവിടെ പോയിട്ട് പണിയെടുക്കണം. അവിടെ അങ്ങോട്ട് കുഴിക്കാനൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ എത്തി. ഇനി നമുക്ക് നമ്മൾ ഈ സ്പോണർ കഴിഞ്ഞിട്ട് 1 2 3 ഈ സൈഡിൽ കണ്ടോ? അതേപോലെ ആയിരിക്കും ഇത് സ്പോൺ ആവുക. അപ്പം നമ്മൾ ഈ 2 സൈഡ് എല്ലാ സൈഡിലോട്ടും താഴോട്ടും മുകളിലോട്ടും ഒക്കെ 4 ബ്ലോക്കായിട്ട് കുഴിക്കണം. താഴെ പോയിട്ട് 2 ബക്കറ്റ് വെള്ളം എടുത്തിട്ട് നമുക്ക് ഇൻഫിനിറ്റി വാട്ടർ ഉണ്ടാക്കണം. അപ്പോൾ ഗൈസ്, ഞാൻ നേരത്തെ എൻ്റെ സൗണ്ടിൽ ചെറിയൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് സോറി ഗൈസ്. ഇപ്പം ഞാൻ കറക്റ്റല്ലേ എന്ന് തോന്നുന്നു ഗൈസ്. റെക്കോർഡൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഞാനത് കണ്ടത്. അതുകൊണ്ട് എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഞാൻ എടുത്തിയാണെങ്കിൽ കുറേ ചെയ്യണം. ഇനിയും ബാക്ക് അടിച്ച് എല്ലാം കളഞ്ഞിട്ട് ഒന്നും കൂടെയും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാനതങ്ങനെ തന്നെ വെച്ചു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് സെറ്റാക്കാം. അത് ഈ വള്ളത്തിനെ കൊണ്ട് തോറ്റല്ലോ. ഇതുകൊണ്ട് ഞാൻ കയറിയിട്ടേ പോകുന്നുള്ളൂ. ചുമ പിടിച്ചു ഗൈസ്. ചുമ എന്ത് ചെയ്യും? ഞാൻ ഇത്ര നേരം എവിടെയായിരുന്നു? കുറേ സ്ഥലങ്ങളുണ്ട്. എല്ലാം ഒരേപോലെയാണ്. ഇതാണ് ഇതിൻ്റെ സൈഡിൽ. ഗൈസ് കിട്ടി. അപ്പം നമ്മളിവിടെ പോയിട്ട് ഒരു ബക്കറ്റ് വെള്ളം ഇവിടെ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് അടിയിൽ പോയിട്ട് അടുത്തുള്ള ബക്കറ്റ് എടുത്തിട്ട് വരാം. ഞാൻ അതും കൂടെ എടുത്തു. ഇനി നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു ബ്ലോക്ക് വിട്ടിട്ട് ഒന്നും കൂടെ ഇടുക. എന്നിട്ട് ആ നടുക്കുന്നെടുത്ത് ഇങ്ങനെ വയ്ക്കുക ഫുള്ള്. എടുത്തില്ലല്ലോ. ഇനി നമുക്ക് അവിടെ നിന്ന് എടുത്തിട്ട് ഇപ്പുറത്തോട്ട് ആ മൂലയും കൂടെ വെച്ചാൽ ഇതെല്ലാ സ്ഥലത്തും വയ്ക്കണ്ടോ.
ഇനി ഇവിടെ ഒരു ബ്ലോക്ക് ഒക്കെ ഉണ്ട്, അതാണ് കൊണ്ട് വെള്ളം താഴോട്ട് പോകാം. നമുക്ക് ഇവിടുന്ന് താഴോട്ട് പോകണം, അപ്പുറേന്ന് പോകാം. കാരണം ഇവിടുന്ന് താഴോട്ട് പോയാൽ മലേൻ്റെ സൈഡല്ലേ, അപ്പോൾ എല്ലാം കുഴിയുണ്ടെങ്കിൽ അങ്ങോട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിനി ഇങ്ങോട്ട് താഴോട്ട് ഇച്ചിരി ബ്ലോക്ക് കുഴിക്കണം. ഒരു ആഴ്ചയിലെ ബ്ലോക്ക് കുഴിക്കും, ബട്ട് മോബ് ചാവാതെ നിന്നാൽ മതി. ഒരു ഏകദേശം ഒരു 5 ബ്ലോക്ക് 4 ബ്ലോക്ക് അതൊക്കെ മതിയായിരിക്കും. ഒരു ഞാൻ എത്ര ബ്ലോക്ക് കുഴിക്കും നോക്കിയില്ല. ഇവിടം വരെ മതിയായിരിക്കും. ഇവിടം വരെ മതി. നമുക്ക് ചുറ്റും ബ്ലോക്ക് എടുക്കണം, കാരണം ഇവിടെ നിൽക്കാനില്ലാണ് നമ്മുടെ ഇവിടെയൊക്കെ ചിലപ്പോൾ എൻചാൻറ്റ് റൂം. അപ്പോൾ നമ്മൾ ഇവിടെ കുറേ സ്പേസ് കിടണം. നമുക്ക് ഇവിടോട്ട് ഡെക്കറേറ്റ് ചെയ്യണ പാട്ടൊക്കെ വരുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ മെസ്സായിട്ടായിരിക്കുണ്ടാവുക, കാരണം ഇത് കുറേ ലോങ് ആയി. ഞാൻ കുറേ നേരം ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ നമുക്കിത് കുറേ പണിയുണ്ട്. എവിടെയിരുന്നു? ഇവിടെ ഇച്ചിരി കൂടെ ബ്ലോക്ക് എടുക്കാം. ഈ കോപ്പറൊക്കെ ഉപകാരപ്പെടും, ടൂൾസൊക്കെ ഉണ്ടാക്കാൻ നല്ലതായിരിക്കും. ഇനി നമുക്ക് ലോങ്ങിലോട്ട് കുറേ ബ്ലോക്ക് വയ്ക്കാം, കാരണം നമുക്ക് പുറത്തോട്ട് ഇറങ്ങി കയറി വരാനും പുറത്തോട്ട് പോകാനൊക്കെ. അതിന് വേണ്ടി നമുക്ക് ഒറ്റ കുഴിക്കൽ വയ്ക്കാം. പുറത്തിട്ട് നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ രാത്രി ആയിരിക്കും എന്ന് തോന്നുന്നു, രാത്രി ആവില്ലേ എന്ന് പ്രതീക്ഷിക്കാം, അറിയില്ല. പുറത്തെത്തിയിട്ട് നമുക്കിനി കാണാം. രാത്രിയായി. യെസ്, ഞങ്ങളിങ്ങനെ പുറത്തെത്തി. ഇതാണ് വരി കേട്ടല്ലോ. ഓക്കെ, ഞാൻ ഇവിടെ അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ബ്ലോക്ക് വെച്ചേക്കണത്, ഇല്ലെങ്കിൽ അറിയില്ല. ഓക്കെ, നമ്മൾ ഈ കടക്കട്ടെ. ചത്തു ഗൈസ്. ഞാൻ അങ്ങനെ അവിടുന്ന് ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ ചത്തു പോയി. ഞങ്ങളെ ലൂട്ടൊക്കെ അവിടെ കിടപ്പുണ്ട്, പോയിട്ടിരിക്കട്ടെ. രണ്ട് ബേബി സോംബി. ഇതെന്ത് സാധനമാണ്? ഇതെങ്ങനെ വന്ന് അടിച്ചത്? ഇത് എൻ്റെ താഴങ്ങളും പിടിച്ചോണ്ട് ഓടിയെത്തുമെന്ന്. അയ്യോ, ക്രീപ്പർ എല്ലാം കൊണ്ട് പെട്ടു. ഇതെൻ്റെ ഫ്രണ്ടിലും ഞാൻ ചത്തു എന്ന് പറയാലോ. ഈ ക്രീപ്പറിനെ പൊട്ടിക്കാം. പൊട്ടി ചത്തില്ല, ജസ്റ്റ് മിസ്, ചത്തില്ല. സാധനങ്ങളൊന്നും ഡീസ്പോൺ ആയി പോയില്ല. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നോയ്സ് ഉണ്ട്, എനിക്കറിയാം. എന്ത് ചെയ്യാൻ, സോറി ഗൈസ്. ഇവിടെ ഒരു കുഴി കഴിഞ്ഞ് നമുക്ക് കയറി പോവാം. നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ ടോർച്ചെല്ലാം കളയണം, കാരണം ടോർച്ച് കളഞ്ഞാലേ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇത് സ്പോണാകാൻ തുടങ്ങത്തുള്ളൂ. എവിടെയായിരുന്നു ആയില്ലെന്ന് എനിക്ക് അറിഞ്ഞ. ഇത് പൊട്ടിച്ച് ഇറങ്ങണം. ഇവിടെ അടച്ചു വെക്കട്ടെ, ഇനി നമുക്ക് ഇങ്ങോട്ട് കയറണ്ട. ഇതും കൂടെ വെക്കട്ടെ, കാരണം നമുക്ക് അടിയിലോട്ട് എല്ലാം എടുത്ത് മാറ്റാം. എല്ലാം അടിയിലോട്ട് വെക്കട്ടെ പോയിട്ട്. നമുക്ക് ആവശ്യം വരും എന്തായാലും. ഇനി നമ്മൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ ഈ 2 ടോർച്ച് ഇവിടെ മൂടിയാക്കാം. ഉപകാരമൊന്നും പറയുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് താരപ്പോൾ. ഞാനിപ്പോൾ ഒരു മോബാന്ന് വിചാരിച്ചാൽ മൂടട്ടെ, ഇല്ലെങ്കിൽ ഇവിടുന്ന് മോബ് സ്പോൺ ഇവിടെ ഇരിക്കും. ഓക്കെ, അവിടെ ഇച്ചിരി ബ്ലോക്ക് ഉണ്ടല്ലോ, അതും കൂടെ പൊട്ടിക്കണമല്ലോ. ഇത് പൊക്കത്തിച്ച് ഇത് ഓക്കെ. അവിടെ നിന്നൊരു വെള്ളം എടുത്ത് ഇവിടെ വയ്ക്കണം. ഈ ബ്ലോക്ക് എടുത്തില്ല. നമുക്കിവിടെ ടോർച്ചൊക്കെ എടുത്ത് കളയണം, കാരണം പ്രശ്നം ഇല്ലെങ്കിൽ ഇത് വർക്കാവില്ല. സ്പോണർ പൊക്കത്ത് വരട്ടെ. അവിടെ ഇപ്പം ഇവിടെ എന്തോ വെള്ളം വരാത്ത. അവിടെ ഒഴിച്ചില്ല, അവിടെ നിന്ന് എടുത്ത് ഒഴിക്കട്ടെ. ഓക്കെ, ഇപ്പം സെറ്റായി തോന്നുന്നു. അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടുത്തെ ടോർച്ച് കളയണമല്ലോ. ഇതിപ്പോൾ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് വരാം. അയ്യോ, ഇപ്പം ചത്തായി ഞാൻ. ഇനി നമുക്ക് ഇവിടെയൊക്കെ കുഴിച്ചിട്ട് ഇവിടെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം. ഓക്കെ, എവിടെയായിരുന്നു? ഇവിടെ നമുക്ക് ഇവിടെ നമ്മുടെ മോബ് വന്നിട്ട് കൊല്ലുന്ന സ്ഥലമാണ്. ഇനി നമുക്കിവിടെ ബെഡ് വെച്ചില്ല. ഇനി നമുക്ക് ഇവിടെ ഇല്ല ടോർച്ചൊക്കെ കളയാം, അപ്പം മോബ് സ്പോണാൻ തുടങ്ങും. ഈ സൈഡിലാണോ? ഇവിടെ സ്ലാബ് വെക്കണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ പൊക്കത്ത് കയറി എല്ലാവരും നിൽക്കും. ഓക്കെ, ഞങ്ങൾക്ക് അവിടെ മൂടാനുണ്ട്, മൂടുകൂടെ ചെയ്യണം. ഇവിടെ മൂടാണ്ട് ഇവിടെയും കൂടെ ഒന്ന് മൂടാണ്ട്. അയ്യോ,
ഇതിൻ്റെ ഉള്ളൊന്നും ഡെക്കറേറ്റ് ചെയ്ത് കാര്യമില്ല, ഇത് കാണാൻ പോകുന്നില്ല, അത് കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്യാത്തത്. ഓക്കെ, ഇവിടെ ബ്ലോക്കും അവിടുത്തെ ബ്ലോക്കും കൂടെ കുഴിച്ച് കഴിഞ്ഞാൽ ടോർച്ചെല്ലാം പോയി. എന്നിട്ട് ഇവിടെ നിന്ന് ലൈറ്റ് വേണ്ട സോംബി പോണു. ഇവിടെ അച്ചാടിപ്പട ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ. ഇതാണ്, ഇത് കാണുന്നില്ല. ഓക്കെ ഓക്കെ. അയ്യോ ഇതിപ്പോൾ പറയുമ്പോൾ വടി കൊടുത്ത് അടി പിടിച്ച പോലെയാണല്ലോ. മാറിക്കാ ഇവിടെ മാറിപ്പോടാ പോടാ. ഓക്കെ, നമുക്ക് ഇവിടുത്തെ ഇതും കൂടെ എടുത്ത് വെക്കാം. ഓക്കെ, കഴിഞ്ഞു, നമ്മുടെ പരിപാടികൾ കഴിഞ്ഞു. ഞാൻ മോബ് വേണ്ട, മോബ് വേണു. ഓക്കെ, വിക്ടറി, നമ്മൾ ജയിച്ചു. ഇനി നമുക്ക് ഇവിടെ ഹോപ്പറൊക്കെ കണ്ട് അതിൻ്റെ ലയണൊന്നും നമ്മുടെ അടുത്തില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഉറപ്പായിട്ടും വേണമാണ് ഗായ്സ്. ഓക്കെ, ബൈ.